എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ കാരണം? സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പൊതുവെ പറയുന്നുണ്ട്. അത് വീട്ടുകാർ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നിവരാൻ വേണ്ടി കുടുംബ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ലത്തീഫും ഭാര്യയും സമ്മതിച്ചില്ലാത്തതുകൊണ്ട് അവരെ കൊന്നു എന്ന് പറയുന്നുണ്ട്. വല്യമ്മയെ കൊന്നത് പണത്തിന് വേണ്ടി തന്നെയാണെന്നും അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൂടാതെ വല്യമ്മയുടെ ഒരു വൈരാഗ്യം വരാൻ കാരണം ഈ പെൺകുട്ടിയെ ആ വല്യമ്മയുടെ വീട്ടിൽ നിർത്തണം എന്ന് പറഞ്ഞു. അതിന് അവർ തയ്യാറായില്ല. ഈ വീട്ടുകാർ എല്ലാവരും ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിൽ എതിർപ്പാണ് എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാർ ഉമ്മയും സഹോദരനും ഈ വിവാഹത്തിന് അവർ തൃപ്തരായിരുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കൊലപാതകം ചെയ്തിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്തില്ല? ഈ പ്രതി എന്തുകൊണ്ട് 21 വയസ്സുകാരൻ ഇത്ര ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് കൊന്ന ശേഷം എന്തുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യാത്തത്? അയാൾ വിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അത് അയാളുടെ മരണത്തിലേക്ക് നയിക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല എന്ന് ഞാൻ കരുതുന്നു. ഇതിനു മുമ്പും വീട്ടുകാരെ വിരട്ടി വിഷം കഴിച്ച് എന്ന് പറഞ്ഞ് ഇയാളൊരു മൊബൈൽ ഫോൺ വീട്ടുകാരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ 21 വയസ്സുള്ള ഈ പയ്യൻ്റെ 15-16 വയസ്സ് മുതൽ 6-7 വർഷം കൊണ്ട് അയാളുടെ മാനസികമായ അവസ്ഥ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാൻ കാരണം ആ ക്രിമിനാലിറ്റിയാണ്. അതെവിടുന്ന് പഠിച്ചു? ഇയാൾക്ക് എക്സ്പീരിയൻസ് പ്രീവിയസ് ഇല്ല. അത് മുഴുവൻ പഠിച്ചത് OTT പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഇയാൾക്കുണ്ടോ എന്ന് നോക്കണം. ഇയാൾ സ്ഥിരമായിട്ട് കാണുന്നത് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് എന്നും നമ്മൾക്ക് നോക്കേണ്ടിയിരിക്കുന്നു പോലീസിനെ. ഇയാൾ ഡാർക്ക് വെബിലെ സഞ്ചാരകനാണോ? അത് അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ നോക്കണം. ഗൂഗിൾ ഹിസ്റ്ററി ഇയാളുടെ തീർച്ചയായിട്ടും പോലീസ് നോക്കും എന്ന് ഞാൻ കരുതുന്നു. OTTയിൽ ഏതൊക്കെ സിനിമ കണ്ടു അതും നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇതിലെ ഭീകരമായ കൊലപാതകങ്ങൾ ധാരാളം OTTയിൽ കാണാം. മലയാള സിനിമയിൽ ഇപ്പോൾ അത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞത് നമുക്കറിയാം. കുട്ടികളുടെ മനസ്സ് മലിനമാക്കാനും ഇതുപോലുള്ള ക്രൈം ചെയ്യാനുള്ള അവർക്കുള്ള അതിബുദ്ധി കൊടുക്കുന്ന സിനിമകൾ മലയാളത്തിൽ നിരോധിക്കണം. അത് തീർച്ചയായിട്ടും അത് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാലും ശരി, സംസ്ഥാന സർക്കാർ കൾച്ചർ വിങ് അതിപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ബാൻ ചെയ്യണം കേരളത്തിൽ. അതിവിടെ പ്രദർശിപ്പിക്കരുത്. മലയാളം പ്രൊഡ്യൂസേഴ്സ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സിനിമാ പ്രൊഡ്യൂസേഴ്സും അത് ശ്രദ്ധിക്കണം. അതിന് കേരളത്തിൽ അവകാശമുണ്ട്. സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലും അത് ഇവിടെ പ്രദർശനം പാടില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല. കാരണം 2-3 സിനിമകൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ കണ്ടതിനകത്ത് കുഞ്ഞുകുട്ടികളെ എങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നത്, ഒരാളെ എങ്ങനെയാണ് വെട്ടിക്കൊന്നിട്ട് എവിഡൻസ് നശിപ്പിക്കേണ്ടത്, ഇതൊക്കെയാണ് മലയാളത്തിലെ പുതിയ സംവിധായകരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ഇവിടുത്തെ ഈ മലയാളത്തിലെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ സർട്ടിഫിക്കറ്റായിട്ട് വന്നാലും കേരളത്തിൽ അത് ബാൻ ചെയ്യണം. അത് OTT അത് വരട്ടെ, അതിന് വേറെ നടപടി നമുക്ക് എടുക്കാം. ഈ പയ്യൻ്റെ 21 വയസ്സുകാരൻ്റെ ക്രിമിനാലിറ്റിയിൽ നോക്കുമ്പം എങ്ങനെയാണ് കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് ഇയാളുടെ മനസ്സ് ഈ രീതിയിൽ രൂപപ്പെട്ടു വന്നതാണ്, ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇയാൾ ബ്ലൂ വെയിലിനകത്ത് സഞ്ചരിച്ചിട്ടുണ്ടോ നോക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ ഫ്രീ ഫയർ പോലെയുള്ള ഈ ഗെയിം ഷോട്ടുകൾ അതിനകത്ത് വെടിവെക്കുന്നതുണ്ട്, അതുണ്ടോ എന്ന് നോക്കണം. കാരണം ഇത് പറയാൻ കാരണം ആ ഓട്ടോക്കാരൻ പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ അടുത്തുകൊണ്ട് വിട്ടപ്പം ഇയാൾ നല്ല ഫ്രഷായിട്ട് കുളിച്ച് അത് നല്ല ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴും അത്രയും സമയം യാത്ര ചെയ്ത സമയം മൊബൈലിനകത്ത് 2 കൈയും ചലിപ്പിച്ചുകൊണ്ട്, നമ്മളൊക്കെ ഒരു കൈ ചലിപ്പിക്കും, ഇത് 2 കൈ കൊണ്ടും ലാപ്ടോപ്പിലൊക്കെ 2 കൈ ഉപയോഗിക്കുന്ന പോലെ മൊബൈലിൽ 2 കൈ ഉപയോഗിച്ചിട്ടാണ് ഓരോരോ സീൻ മാറ്റിക്കൊണ്ടിരുന്നത്. എന്നിട്ട് മുഖത്ത് നല്ല ഒരു ചിരിയുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ആ മുഖത്ത് പ്രതിഫലിച്ചുകൊണ്ടിരുന്നത് എന്ന് ആ ഓട്ടോക്കാരൻ പറയുന്നു. 6 പേരെ അല്ലെങ്കിൽ 5 പേരെ കൊന്നിട്ടും അമ്മയെ കൊന്നു എന്ന് വിശ്വസിച്ചു വരുന്ന 6 പേരെ കൊന്നു എന്ന് പറഞ്ഞ അവൻ്റെ മുഖഭാവം ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ട വ്യക്തിയാണ് ഓട്ടോക്കാരൻ. അയാളുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇയാൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഒരു നിമിഷം കൊണ്ട് വെള്ളം അടിച്ചുകൊണ്ട് വന്നതല്ല. ഇത് കുറേ വർഷങ്ങളായിട്ട് അയാളുടെ മനസ്സ് ഈ രൂപത്തിലേക്ക് മാറി ഇതേ രീതിയിലുള്ളൊരു നല്ല ക്രിമിനലിൻ്റെ ഒരു മൈൻഡായിട്ട് വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനാണ്. ലാപ്ടോപ്പിൽ അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലാപ്ടോപ്പ് വീട്ടിലുണ്ടോ എന്ന് നോക്കണം, അത് റിക്കവർ ചെയ്യണം. അതുപോലെ ഏതൊക്കെയാണ് ഇയാളുടെ മൊബൈലിൽ കൂടെ കണ്ടെത്തിയത്, അതിന് വേറെ മൊബൈൽ ഉണ്ടോ എന്നും കൂടെ നോക്കണം. എത്ര മൊബൈൽ ഇയാൾക്കുണ്ട് ഇതൊക്കെ നോക്കണം. ഇയാൾക്കൊരു ബുള്ളറ്റ്, ഒരു 2 വീലർ, ഒരു ബൈക്ക് അയാൾക്കുണ്ട്.
അതിനുള്ള പണം ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. ഇയാളൊരു ലക്ഷറി ലൈഫിൽ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കടമെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. കാരണം അയാൾക്ക് ചിലവാക്കാനുള്ള പണം കിട്ടാനുള്ള മാർഗം അത് വല്യമ്മയെ കൊന്നാലും ശരി, വീട്ടിലെ അമ്മയെ കൊന്നാലും ശരി. അമ്മയെ ഭീഷണിപ്പെടുത്തി എത്രയോ പ്രാവശ്യം പണം വാങ്ങിച്ചിട്ടുണ്ട്. ആ അമ്മ ഇന്ന് ശകലം ബോധം വന്നപ്പം ഇളയ കുട്ടിയുടെ കാര്യമാണ് ഓർമ്മ. മൂത്തവനെ അമ്മയെ തല്ലിയെന്നും അടിച്ചു എന്നൊക്കെ അവർക്കറിയാം. അങ്ങനെ ഉണ്ടായ മുറിവ് കട്ടിലയിൽ നിന്ന് വീണതാണെന്ന് അവർ പറയുകയും ചെയ്തിരിക്കുന്നു പോലീസിൻ്റെ അടുത്ത്. അതേസമയത്ത് ഇളയ മോന് എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യം അവർക്കറിയില്ല. അവർ പറയുന്നത് ഇളയ മോൻ്റെ കാര്യം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, അവൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ആശ്വാസമായി. അതിനപ്പുറമുള്ള ഒരു കാര്യവും ഒരു മർഡറും അവർക്കറിയില്ല. അതുകൊണ്ട് അതേപ്പറ്റി പറയാനൊന്നും അവർക്ക് കഴിയില്ല, ത്രാണിയില്ല. അവർ പറയാനും ഒട്ടും അറിയില്ല. കാരണം അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഇവൻ്റെ ക്രിമിനാലിറ്റി ആയിട്ടുള്ള ഈ ആ മനസ്സിൻ്റെ രൂപീകരണം അതിലേക്ക് പോലീസ് വരണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അവൻ്റെ ആ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ അവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ആ മനസ്സ് അങ്ങനെ രൂപപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തണം. അത് തന്നെയാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം.